ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഈ ഇടിയപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് തയ്യാറാക്കുന്നത് അരി അരച്ചിട്ടാണ്. അരി അരച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3-4 പ്രാവശ്യം നല്ലതുപോലെ വെള്ളം തെളിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് കഴുകിയ ശേഷം ഞാനൊരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരി നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരി നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം 2 ബാച്ചായിട്ട് ഇത് അരച്ചെടുക്കുക. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് മൊത്തത്തിൽ വേണ്ട വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അരി അരയ്ക്കുന്നതിന് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി വെള്ളം നമ്മൾ മാറ്റി വെക്കുക. അത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് നമ്മളുടെ അരിയെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ആകെ നമ്മൾ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഈ പാത്രത്തിലല്ലാതെ ഡയറക്റ്റ് ഈ കടായിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാൻ 1.5 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ മാവ് നല്ല രീതിയിൽ വാട്ടി കുറുക്കിയെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ ഇടയ്ക്കൊക്കെ ഈ അരിപ്പൊടിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിനെക്കാട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും. ഒന്ന് ചൂടായി കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. പക്ഷേ ഇത് കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ തീ ഒട്ടും കൂട്ടി വെക്കാനൊന്നും പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. ഇപ്പോൾ അതാ കണ്ടില്ലേ, ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായപ്പോൾ തന്നെ അതാ കണ്ടില്ലേ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ള മാവാണ് നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ആ കറി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ സവാളയും കറിവേപ്പിലയും 1 പച്ചമുളകും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നമുക്കിത് ദോശയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചൊന്നും ഞാനിത് വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമ്മൾ തീയൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ കൂട്ടാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സവാള എടുത്തതിനേക്കാട്ടിൽ കൂടുതൽ തക്കാളിയാണ് എടുക്കേണ്ടത്. ആ ഒരു തക്കാളിയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ചേർത്ത് കൊടുത്ത് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം.
തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതേ രീതിയിലൊന്ന് അരച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വഴണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അധികം മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചത് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ട് നമ്മൾ തയ്യാറാക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട, ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോഴേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ ആ മാവ് പോലെയുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നമ്മൾ അരി അരച്ച് തയ്യാറാക്കിയതെന്ന് പറയുകയില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നല്ല രീതിയിൽ തന്നെ പീച്ചെടുക്കാവുന്നതാണ്. ഇനി സേവനാഴിയിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പീച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഇഡലിത്തട്ടിലേക്ക് ഞാനൊന്ന് പീച്ചെടുക്കുന്നുണ്ട്. ഇഡലിത്തട്ടിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ ഇടയ്ക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴേ ഈ ഇടയ്ക്ക് തേങ്ങ വെച്ച് കൊടുക്കുമ്പോഴേ അങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ആ അടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കടായിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇഡലിത്തട്ടിലോ സ്റ്റീമറിലോ ഒക്കെ തയ്യാറാക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 5-6 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ആവി കയറ്റുക. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. എങ്ങും ഒട്ടിപ്പിടിച്ചൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വിട്ട് നമ്മുടെ സാധാരണ ഇടിയപ്പത്തിനെക്കാട്ടിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.